ഹോംവർക്ക് എന്തൊക്കെയായിരുന്നു? അലൂമിനിയം നൈട്രൈഡ് തന്നായിരുന്നു. ഏതൊക്കെയായിരുന്നു ഹോംവർക്ക് തന്നതെന്ന് പറഞ്ഞേ ശ്രേയ, പറഞ്ഞേ. ശ്രേയ കേൾക്കാം? ബോറോൺ ട്രൈഫ്ലൂറൈഡ്. ബോറോൺ ട്രൈഫ്ലൂറൈഡ്. എങ്ങനെയാണ് ബോറോൺ ട്രൈഫ്ലൂറൈഡ്? ബോറോൺ ട്രൈഫ്ലൂറൈഡ് എങ്ങനെയാണ്? ബോറോണ്ടത് എന്താണ്? ബോറോണ്ടത് 3+, ഫ്ലൂറിന്റെ എത്രയാണ്? ബോറോൺ ട്രൈഫ്ലൂറൈഡിനകത്ത് ബോറോണിന്റെ 3+ഉം ഫ്ലൂറൈഡിന്റെ എത്രയാണ്? 1- ആണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് അതിന് ഇങ്ങനെ വരും. എന്തെന്ന് വരും? BF3 എന്ന് വരും. ഓക്കെ. അടുത്ത എന്തായിരുന്നു? സിൽവർ നൈട്രേറ്റ് ആയിരുന്നു. സിൽവർ നൈട്രേറ്റ് എന്ന് പറയുമ്പോൾ എന്താ? Ag1+ഉം അതേപോലെ തന്നെ NO3 1- ആണ്. ക്രോസ് ചെയ്യുമ്പോൾ രണ്ടും 1 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? AgNO3 എന്ന് വരും. ഓക്കെ. ഇനി അടുത്തത് അലൂമിനിയം ഓക്സൈഡ് ആയിരുന്നു ഹോംവർക്ക് വന്നത്. അലൂമിനിയം ഓക്സൈഡ് ആയിരുന്നു ഹോംവർക്ക് വന്നത്. അലൂമിനിയം ഓക്സൈഡ് എന്ന് പറയുമ്പോൾ നമ്മൾ അലൂമിനിയത്തിന്റെ അയോണിക് ഫോർമുല എഴുതുക. Al3+ ആണ്. ഓക്സൈഡിൻ്റെത് O2- ആണ്. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് 2 അലൂമിനിയത്തിന് താഴെ വരും. Al2O3 വരും. അതേപോലെ തന്നെ അടുത്തത് അമോണിയം നൈട്രേറ്റ് ആണ്. അമോണിയം നൈട്രേറ്റ് ആണ്. അടുത്ത അത് NH4. ഇവിടെ ശ്രേയ എഴുതിയിരിക്കുന്നത് NH4 1- എന്നാ. അമോണിയത്തിന്റെ അയണിക് ഫോർമുല എന്താ ശ്രേയ? NH4 1+. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അവിടെ 1- 1+ ആക്കണം. അതേപോലെ തന്നെ NO3 1- ക്രോസ് ചെയ്യുന്ന സമയത്ത് അത് സെയിം തന്നെ വരുന്നുണ്ട്. 1 ആയതുകൊണ്ടാണ് അതിന് വ്യത്യാസം വരാഞ്ഞത്. അപ്പോൾ NH4 NO3. ഇനിയും അടുത്ത പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരുന്നു തന്നത്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആയിരുന്നു തന്നത്. പെർമാംഗനേറ്റ് ആയിരുന്നു തന്നത്. അവിടെ പൊട്ടാസ്യത്തിൻ്റെത് ഇത് അക്ഷിത എന്ന് പറഞ്ഞ അക്ഷിത, പൊട്ടാസ്യത്തിന്റെ 1+. പെർമാംഗനേറ്റിന്റെ MnO4 1-. ക്രോസ് ചെയ്യുമ്പോൾ എന്ത് വരും? KMnO4. KMnO4. ഓക്കെ. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ. ഇത്രയാണ് ഞാൻ ഹോംവർക്ക് തന്നത്. ഇനി ഞാൻ നോക്കട്ടെ, വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ എഴുതിയെടുത്തു. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ചാപ്റ്ററിനകത്തോട്ട് കയറാം. ഇതിന് താഴോട്ട് എഴുതിക്കോളൂ. ഞാൻ കാർബൺ ഡൈ ഓക്സൈഡ് ഇതിനെ ക്രോസ് ചെയ്തിട്ടല്ല കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. അത് കാണാതെ പിടിച്ചു വെച്ചാൽ മതി. CO2 ആണ്. അതേപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡ് ക്രോസ് ചെയ്ത് തന്നെയാണ്. അതെ, അയോൺസ് എന്ന് പറയുമ്പോൾ H+ഉം SO4 2- ആണ്. ക്രോസ് ചെയ്യുമ്പോൾ H2SO4 എന്ന് വരും. ഇതാണ് സൾഫ്യൂരിക് ആസിഡ്. എലിജ ഓക്കെ ആണോ? എലിജ ആണ് സർ. ഓക്കെ. അൻവിനെ എഴുതിയതിന്റെ താഴോട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് എഴുതുക, CO2 എഴുതുക, സൾഫ്യൂരിക് ആസിഡ് എന്ന് എഴുതുക, ഇത് എഴുതുക. പെട്ടെന്ന് എഴുതി വെച്ചോ അൻവിൻ. ഓക്കെ എഴുതാം. അടുത്തത് എഴുതിക്കോളൂ. അസറ്റിക് ആസിഡ്. ഇതൊക്കെ കാണാതെ പിടിച്ചു വെച്ചേക്കണം. അസറ്റിക് ആസിഡ് ശരിക്കും അയോൺസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ഒന്ന് CH3COO -1- അയോൺ. പിന്നെ H+ അയോൺ H1+ ആണ്. ഇതിങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് അസറ്റിക് ആസിഡ് CH3COOH എന്ന് കിട്ടും. ഈ
CH3COO1- അയോണിനെ നമ്മൾ അസറ്റേറ്റ് അയോൺ എന്നാണ്. അതും വേണേൽ അവിടെ സൈഡിലോട്ട് എഴുതി കിട്ടോ. അസറ്റേറ്റ് അയോൺ എന്നാണ് എഴുതുന്നത്. ഈ H+ അയോണിനെ നമ്മൾ ഹൈഡ്രോണിയം അയോൺ എന്ന് പറയും, അല്ലെങ്കിൽ ഹൈഡ്രജൻ അയോൺ എന്നും പറയും. ഹൈഡ്രോണിയം അയോൺ, ശരിക്കും ഹൈഡ്രോണിയമിന് H3O+ എന്ന്, അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. തൽക്കാലം എഴുതി കിട്ടോ ഹൈഡ്രോണിയം അയോൺ ഓർ ഹൈഡ്രജൻ അയോൺ. അടുത്തത് അമോണിയം ക്രോസ് ചെയ്തിട്ടല്ല ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കണം. NH3 ആണ്, അമോണിയയുടെ NH3 ആണ്. അതേപോലെ കാർബൺ മോണോക്സൈഡ് ഇതും എന്ത് ചെയ്തിട്ടല്ല വരുന്നത്, ക്രോസ് ചെയ്തിട്ടല്ല വരുന്നത്, CO എന്ന് കാണാതെ പഠിക്കണം. കാർബൺ മോണോക്സൈഡ്. സിലിക്കൺ ഡൈഓക്സൈഡ് ഇതും ക്രോസ് ചെയ്തല്ല ഉണ്ടാകുന്നത്, അതുകൊണ്ട് തന്നെ കാണാതെ പഠിക്കുക. SiO2. അടുത്തത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ പൊട്ടാസ്യത്തിന്റെ അയോൺ K1+ ആണ്. ഡൈക്രോമേറ്റിൻ്റെത് Cr2O7 2- ആണ് ഞാൻ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ 2 നേരെ ഇവിടെ വരും, 1 നേരെ ഇവിടെ പോകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെന്ന് എഴുതാം, K2 Cr2O7 എന്ന് വരും. അടുത്തത് ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇതും ക്രോസ് ചെയ്തിട്ടല്ല ഉണ്ടാകുന്നത്, ക്രോസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതിയിലൊക്കെയാണ് കുറേ കാര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് ഞാനിത് കാണാതെ പഠിക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം അത് കാണാതെ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഹൈഡ്രജൻ പെറോക്സൈഡ് കാണാതെ പഠിക്കുക. H2O2. അടുത്തത് കാർബോണിക് ആസിഡ്. അതും കാണാതെ പഠിക്കുക. H2CO3 ആണ്. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ എഴുതി വെക്കാം. H1+ഉം CO3 2- കൂടാണ് ചേരുന്നത്. അപ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ H2CO3 എന്ന് വരും. കാർബോണിക് ആസിഡ്. നമ്മുടെ സോഡയ്ക്കകത്തൊക്കെയുള്ള ആസിഡാണ് കാർബോണിക് ആസിഡ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സിനകത്തുള്ള ആസിഡ്. അടുത്തത് നൈട്രജൻ ഡൈഓക്സൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും നൈട്രജൻ N, ഡൈഓക്സൈഡ് O2, ഇങ്ങനെ ഓർത്താൽ മതി. അതും കാണാൻ പഠിക്കേണ്ടതാണ്. ക്രോസ് ചെയ്തിട്ടല്ല അത് ഉണ്ടാകുന്നത്. ശരിക്കും ഇതെല്ലാം ക്രോസ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. പക്ഷേ നിങ്ങളിപ്പോൾ പറഞ്ഞില്ല, നമ്മളിപ്പം പഠിച്ചത് ഹൈഡ്രജന് +1 വാലൻസി ആണ്. എന്നാൽ +1 നിങ്ങൾ പഠിക്കും ഹൈഡ്രജന് വേറെ വാലൻസി ഹൈഡ്രജൻ കാണിക്കാറുണ്ട്. ഓക്സിജന് 2- ആണ് നമ്മൾ പഠിച്ചത്. എന്നാൽ ഓക്സിജൻ 2+ കാണിക്കാറുണ്ട്, 1- കാണിക്കാറുണ്ട്, -½ കാണിക്കാറുണ്ട്. അങ്ങനെ കുറേ കൺഫ്യൂഷൻസ് വരുന്ന കാര്യങ്ങളുണ്ട്. അതൊന്നും ഇപ്പോൾ പഠിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക. ഇനി അടുത്തത് ഇങ്ങനെയാണ് ചോദിക്കുന്നതെങ്കിൽ അയൺ ഇങ്ങനെ തരികയാണ്. എന്നിട്ട് റോമൻ ലെറ്ററിൽ 3 ഇട്ടിട്ട് ബ്രാക്കറ്റ് തന്നിട്ട് ഓക്സൈഡ് എന്ന് തരുവാണെങ്കിൽ നിങ്ങൾ അപ്പം ചിന്തിച്ചോണം, ഈ 2 വാലൻസി ഉള്ളവർക്കേ തന്നെ ഇങ്ങനെ ബ്രാക്കറ്റിൽ ഇത് തരത്തുള്ളൂ. ഇപ്പോൾ അയണിന് Fe2+ വാലൻസിയും ഉണ്ട്, Fe3+ വാലൻസിയും ഉണ്ട്. അതിൽ 3+ വാലൻസിയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് അവർ 3 തരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്യേണ്ടത് Fe3+ഉം ഓക്സിജൻ്റെത് 2- ആണ്. ഇങ്ങനെ ക്രോസ് ചെയ്യുമ്പോൾ Fe2O3 എന്ന് വരും.
അടുത്തത് പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. പൊട്ടാസ്യം നൈട്രേറ്റ് ആണ്. അത് പൊട്ടാസ്യം K1+ ആണ്. നൈട്രേറ്റ് NO3 1- ആണ്. ക്രോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുണ്ടാവും? KNO3 ഉണ്ടാവും. അപ്പോൾ ഇത്രമേ ഉള്ളൂ നമ്മുടെ കോമ്പൗണ്ട് ഫോർമേഷൻ എഴുതാനുള്ളത്. നമുക്കിനിയും പഠിക്കാനുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ചാപ്റ്ററിലോട്ട് കയറുവാണ്. കെമിക്കൽ ഇക്വേഷൻസ് ബാലൻസ് ചെയ്യാനുള്ളത്, പിന്നെ അതേപോലെ തന്നെ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതെന്നുള്ളത്, പിന്നെ നമുക്ക് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയോ, ഞാൻ നിങ്ങൾക്ക് ഒരു നോട്ട് PDF ആയിട്ട് അയച്ചു തരും. അപ്പോൾ അത് നിങ്ങൾ അത് 2-3 ദിവസം കൊണ്ട് നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക. ഡെയിലി സ്കൂളിലത്തെ പഠിത്തത്തിനെ ബാധിക്കാതെ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഒരു 2 ക്ലാസ് കൊണ്ട് നമുക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ്ലി തീർക്കാൻ പറ്റും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഓൾറെഡി ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിലും വേറൊരു ഓൺലൈൻ ബാച്ചിലും കൂടെ നമുക്കിപ്പോൾ 3ാമത്തെ ചാപ്റ്ററായി പഠിപ്പിക്കുന്നത്. അപ്പം ഫിസിക്സും 2 ചാപ്റ്റർ പഠിപ്പിച്ചു, കെമിസ്ട്രിയും 2 ചാപ്റ്റർ പഠിപ്പിച്ചിട്ട് 3ാമത്തെ ചാപ്റ്ററായി 2 ബാച്ചിലും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടെ വേഗത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബാച്ചിലോട്ട് ഇടാം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട് തരുന്നത് നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയെടുക്കുക, എന്നിട്ട് ക്ലാസ്സിന് കയറിയിട്ട് കൃത്യമായിട്ടത് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഇവിടെ എഴുതി തരും. നിങ്ങളിപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലം ഞാൻ എഴുതുന്ന നോട്ടായിട്ട് അങ്ങ് എഴുതിക്കോ. അടുത്ത ദിവസം ഞാനിപ്പോൾ ഇന്ന് ബാക്കി നിങ്ങൾക്ക് എഴുതാനുള്ളത് PDF ഇടാം. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഹാൻഡ് റിട്ടൺ നോട്ട്സ് തന്നെയാണ്, ഞാൻ ഈ തരാൻ പോകുന്ന നോട്ട് തന്നെയാണ്. നിങ്ങളത് നേരത്തെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് പഠിപ്പിച്ച് പോയാലും മതി. ഓക്കെ ആണല്ലോ? അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്യുക. നോക്കിക്കോളൂ, ഞാൻ ഹെഡിങ് എഴുതിക്കോ. നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ. ഇത്രയും കഴിഞ്ഞിട്ട് കെമിക്കൽ ഇക്വേഷൻസ് എന്ന് ഹെഡിങ് എഴുതിക്കോ. കെമിക്കൽ ഇക്വേഷൻസ്. സബ് ഹെഡിങ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻ എന്ന ഒരു ഹെഡിങ് എഴുതും. കെമിക്കൽ റിയാക്ഷൻ. ഏറ്റവും എളുപ്പമുള്ളൊരു ഡെഫിനിഷൻ തരാം. A reaction which represent a chemical change. A reaction which represent a chemical change is called chemical reaction. ഒരു കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന റിയാക്ഷനെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എഴുതാൻ നോക്കിക്കോളൂ. Mg+O2 gives MgO. അതെങ്ങനെയാണ് വന്നതെന്നറിയാമോ? നിങ്ങളൊരു റിയാക്ഷൻ എഴുതുമ്പോൾ എപ്പോഴും അതിൻ്റെ അയോണുകൾ തമ്മിലായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏതൊരു റിയാക്ഷൻ എഴുതിയെന്ന് പറഞ്ഞാലും അതിനെ അതിൻ്റെ അയോൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പോൾ Mgയുടെ അയോൺ ഏതാ? Mg എന്ത് അയോണായിട്ടാണ് മാറുന്നത്? Mg2+ ആയിട്ടാണ് മാറുന്നത്. ഓക്സിജൻ എന്ത് അയോണായിട്ടാണ് മാറുന്നത്? O2- ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്രോസ് ചെയ്ത് തമ്മിൽ ചേരണമെങ്കിൽ ഇത് തമ്മിൽ ക്രോസ് ചെയ്തിട്ട് എന്തെന്ന് വരും? MgO എന്നായിരിക്കും വരുന്നത്. ഇതാണ് ഇവിടെ നടക്കുന്നത്. കാരണം ഇത് Mg2+ അയോണായിട്ട് മാറും, ഇത് O2- അയോണായിട്ട് മാറും. എന്നിട്ട് അത് തമ്മിലാണ് ഇവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? അത് വേണമെങ്കിൽ ഒന്ന് ഇപ്പോൾ തുടക്കം റിയാക്ഷൻ എഴുതുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് അയോൺസ് അതിൻ്റെ താഴോട്ട് എഴുതിയേക്കണം. പരീക്ഷയ്ക്കൊന്നും എഴുതണ്ട, നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുമ്പോഴൊന്നും എഴുതണ്ട. ഇപ്പം ഞാൻ എൻ്റെ നോട്ടിനകത്ത് നിങ്ങൾ അതിൻ്റെ അയോൺസ് ഏതാണ് എന്നുള്ളത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. അപ്പം നമുക്ക് ഇത് ബാലൻസ്ഡ് അല്ല, കാരണം ഇവിടെ ഇപ്പോൾ മഗ്നീഷ്യം 1 ഉണ്ട്, ഇപ്പുറത്ത് മഗ്നീഷ്യം 1 ഉണ്ട്.
ഓക്സിജൻ ഇവിടെ 2 ഉണ്ട്, ഇവിടെ 1 ഉള്ളൂ. അപ്പോൾ ഇതിനെല്ലാം ബാലൻസ് ചെയ്യിക്കണം. അപ്പം താഴോട്ട് എഴുതുക ബൈ ബാലൻസിങ് നമ്മുടെ ഇക്വേഷൻ എന്തായി? 2mg പ്ലസ് O2 gives 2mgO എന്ന് വരും. കാരണം എന്താണ്, നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഓക്സിജൻ 2 ആയതുകൊണ്ട് ഓക്സിജനെ 2 ആക്കാൻ വേണ്ടി ഒരിക്കലും ഇവിടെ 2 ഇടാൻ പറ്റത്തില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഫ്രണ്ടിലോട്ട് 2 ഇട്ട് കൊടുത്തു. അപ്പം ഈ 2 ഓക്സിജനും ഉണ്ട് മഗ്നീഷ്യത്തിനും ഉണ്ട്, ഇവനും ആപ്ലിക്കബിൾ ആണ്. അപ്പം ഇപ്പോൾ ഓക്സിജൻ 2 കൊടുത്തപ്പോൾ മഗ്നീഷ്യവും 2 ആയി. മഗ്നീഷ്യം 2 ആയെങ്കിൽ എന്ത് ചെയ്യണം? ഈ മഗ്നീഷ്യത്തെ ഇപ്പുറത്തും 2 ആക്കണം. അപ്പോൾ 2 മഗ്നീഷ്യം ഇവിടെ 2 മഗ്നീഷ്യം, ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ, ബാലൻസ്ഡ്. ഇതിങ്ങനെ എഴുതി പോട്ടെ. ഇനിയും ഇതിനെ വേർഡ്സിൽ നമുക്ക് എഴുതിയിട്ട് നോക്കിയോ. അല്ല വേണ്ട, വേർഡ്സിൽ എഴുതേണ്ട ഒരു ലൈൻ നമുക്ക് പുറകെ നോക്കിയോ. ഇതുണ്ട്, ഈ 2 ആൾക്കാരെ നമ്മൾ വിളിക്കുന്ന പേര് റിയാക്റ്റൻസ് എന്നാണ്. റിയാക്ട് ചെയ്യുന്നവരാരോ അവരെ റിയാക്റ്റൻസ് എന്ന് വിളിക്കും. എന്നാൽ ഈ ആളിനെ പറയുന്ന പേര് പ്രൊഡക്റ്റ് എന്നാണ്. ചോദിച്ചോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോളൂ. ആരോ മൈക്ക് ഓൺ ആക്കി. എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനാണെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോ, അല്ലെ അടുത്ത് പഠിപ്പിക്കുമോ? ഇത് മഗ്നീഷ്യം ഓക്സൈഡ് ആണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. ഓക്കെ, ഇത് ഇത്ര എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് എഴുതുക സബ്സ്റ്റൻസ് that undergo a chemical change. In a chemical reaction. ആരുടെ മൈക്ക് ഓണാക്കി കിടക്കാൻ നോക്കി. Reaction is known as a reaction. Reaction എന്ന് പറഞ്ഞാൽ എന്താ? സബ്സ്റ്റൻസ് ദാറ്റ് അണ്ടർഗോ എ കെമിക്കൽ ചേഞ്ചിന് കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്ന ആൾക്കാരെയാണ്, സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയാക്റ്റന്റുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ദ ന്യൂ സബ്സ്റ്റൻസ് that is formed during a chemical change. During a chemical change is known as product. ഇത്രയും എഴുതിയോ? എല്ലാവരും എഴുതിയോ? പറഞ്ഞേ, ഓരോരുത്തരും പറഞ്ഞു. സാറേ ലാസ്റ്റിലത്തെ എഴുതിയില്ലായിരുന്നു. The new substance that is. നമ്മൾ കെമിക്കൽ ഇതെല്ലാം ഒന്നുകൂടെ പറഞ്ഞു തരാം. നമ്മൾ കെമിക്കൽ ഇക്വേഷൻസിനകത്ത് കെമിക്കൽ റിയാക്ഷൻ എന്താണെന്നാണ് പറഞ്ഞത്. കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കെമിക്കൽ ചേഞ്ചിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന റിയാക്ഷനെയാണ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മളൊരു എക്സാമ്പിൾ കൊടുത്തു. Mg + O2 gives എന്താ? MgO. അതെങ്ങനെ MgO ഉണ്ടായത്? Mg + O2 MgO2 എന്ന് എഴുതി വെക്കരുത്. കാരണം ഇതിനകത്ത് അയോൺസ് ആണ് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ Mgയുടെ അയോൺ എന്താണ്? Mg2+ ആണ്. ഓക്സിജൻ്റെ അയോൺ O2- ആണ്. അപ്പോൾ Mg2+ഉം O2- കൂടെ ചേർന്നിട്ട് മഗ്നീഷ്യം ഓക്സൈഡ് ആയിരിക്കും ഉണ്ടാകുന്നത്. അത് 2 സൈഡിലും മഗ്നീഷ്യത്തിൻ്റെ ഓക്സിജൻ്റെ എണ്ണം സെയിം ആക്കാൻ വേണ്ടി ബാലൻസ് ചെയ്തു. 2 കൊടുത്തപ്പോൾ അത് ബാലൻസ് ആയി. എന്നിട്ട് ഈ മഗ്നീഷ്യത്തിനെ ഓക്സിജനെ നമ്മൾ റിയാക്റ്റൻ്റ് എന്ന് പറയും. MgOനെ നമ്മൾ പ്രോഡക്റ്റ് എന്ന് പറയും. അതായത് ഒരു റിയാക്ഷന് വിധേയമാകുന്ന ആളിനെ റിയാക്റ്റൻ്റ് എന്നും, അതേപോലെ തന്നെ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടാകുന്ന ആ പുതിയ സബ്സ്റ്റൻസിനെ നമ്മൾ പ്രോഡക്റ്റ് എന്നും പറയുന്നു.
ക്ലിയർ ആണോ? സാർ ഇച്ചിരി ഒന്ന് മേലോട്ടാക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ചെറുതാക്കാം ഞാൻ, നോക്കിക്കോ. ബാക്കിയുള്ളവരെല്ലാം എഴുതിയോ? എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യണം. എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം പറഞ്ഞാൽ എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. എഴുതിയെങ്കിൽ എഴുതിയെന്ന് പറയാം. ഇവിടെ ഓരോരുത്തരോടും ചോദിക്കത്തില്ല, എഴുതിയോ? സാറേ എഴുതി. എഴുതി. ബാക്കിയുള്ളവർ എഴുതി. ആ സാറേ എഴുതി. ഓക്കെ, നോക്കിക്കോളൂ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ അൻകിത എഴുതിയായിരുന്നോടാ? അൻകിതേ ഞാൻ ഇച്ചിരി ലേറ്റ് ആയിട്ടാ കയറിയ സാറേ, ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, എഴുതിക്കോളാം. എടുത്തോ, ഇപ്പൊ എടുത്തോ, ഇങ്ങനെ 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 വെച്ചെടുത്തോ. ആ ഞാൻ എടുത്തിട്ടുണ്ട് ഒരെണ്ണം. ശരി. അപ്പം നോക്കിക്കോളൂ. ഇനി നമുക്ക് പറയാനുള്ളത് ബാലൻസിങ് കെമിക്കൽ. എന്തിനു വേണ്ടി നമ്മൾ ഒരു റിയാക്ഷൻ തന്നു കഴിഞ്ഞാൽ അത് എന്തിനു വേണ്ടി ബാലൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം അതിൻ്റെ നീഡ് പരീക്ഷയ്ക്ക് പലപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ. ഇപ്പം അങ്ങനെ ചോദിക്കാറില്ല, എന്നാലും പഠിച്ചോ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ ഹെഡിങ് എഴുതേണ്ടത് ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ. ബാലൻസിങ് എ കെമിക്കൽ റിയാക്ഷൻ. Mass can neither be created nor be destroyed in a chemical reaction. So that total mass of elements present in the products has to be equal with the mass of elements present in reactants. In other word, the number of atom of each element, number of atom of each element remains same before and after a chemical reaction. Chemical reaction. അതായത് കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ എലമെൻറ്റുകൾക്കും മാസ് ഉണ്ട്. ഇപ്പം അത് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ആ മാസ് നമ്പർ എന്ന് പറഞ്ഞ് പഠിച്ചില്ലായിരുന്നോ? ആറ്റോമിക് മാസ്. ആ മാസ് നമ്പറായിട്ട് എഴുതിയതെല്ലാം ആ ആറ്റത്തിൻ്റെ വെയിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മഗ്നീഷ്യം അല്ലേ, നമ്മൾ എന്താ എഴുതിയിരിക്കുന്നത് 1224 ആയിരുന്നു. അതുപോലെ തന്നെ ഓക്സിജൻ നമ്മൾ എഴുതിയിരിക്കുന്നത് 816 ആയിരുന്നു. ഓക്കെ, അപ്പം ഈ മഗ്നീഷ്യവും ഓക്സിജനും കൂടാണ് ചേരുന്നത്. അപ്പം നിങ്ങൾ നോക്കിയേ, മഗ്നീഷ്യം എന്ന് പറയുന്നത് മഗ്നീഷ്യം പ്ലസ് ഓക്സിജൻ ഗീവ്സ് MgO. അതായത് ഇപ്പം ഒരു ഓക്സിജൻ ആറ്റത്തിന് ഈ മുകളിൽ തന്നിരിക്കുന്നത് അതിൻ്റെ മാസാണ്, വെയിറ്റ് ആണ്. ഓക്കെ, അപ്പം ഇതിന് 24 ഗ്രാം ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിന് ഒരു ഓക്സിജൻ ആറ്റത്തിൽ 16 ആണെങ്കിൽ ഇവിടെ O2 ആണ്, 2 ആറ്റമാണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 32 ഗ്രാം ഉണ്ട്. ഇവിടെ നോക്കിയോ, ഇവിടെ മഗ്നീഷ്യം 24, ഓക്സിജൻ 32. അല്ല, ഓക്സിജൻ ഒരു ആറ്റമേ ഉള്ളൂ, ഓക്സിജൻ 16. കണ്ടോ? അപ്പോൾ മൊത്തം ഇവിടെ കൂട്ടി നോക്കുമ്പോൾ 24 16 40 ഉള്ളൂ. പക്ഷേ ഇവിടെ എന്ത് വരും? ഇവിടെ 24 32 നോക്കുമ്പോഴത്തേക്കും 3 × 5 56 ഗ്രാം വരുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും വെയിറ്റ് എന്ത് ചെയ്യുന്നില്ല? വെയിറ്റ് ഈക്വൽ ആകുന്നില്ല.
അപ്പം വെയിറ്റിനെ ഈക്വൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ബാലൻസ് ചെയ്യുന്നതെന്ന് ഓർക്കണം. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു തന്നതാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ എന്ത് വന്നു, ഇവിടെയും 2 ഇട്ട് കൊടുത്തു, ഇവിടെയും 2 ഇട്ട് കൊടുത്ത് ബാലൻസ് ചെയ്തപ്പോൾ നോക്കിയേ മഗ്നീഷ്യം ഇപ്പോൾ 2 വന്നു. അപ്പോൾ ഒരു മഗ്നീഷ്യം ആറ്റത്തിൻ്റെ മാസ് 24 ആണ്, 2 എണ്ണം ആകുമ്പോൾ 48 ആവും. പ്ലസ് ഓക്സിജൻ ഓൾറെഡി എന്താണ്, ഓക്സിജൻ ഓൾറെഡി എന്തുണ്ട്, ഓക്സിജൻ ഓൾറെഡി 2 ഓക്സിജൻ ഉണ്ട്. അപ്പം ഒരെണ്ണത്തിന് 16 ആണ്, 2 എണ്ണത്തിന് 32. ഇനി ഗീവ്സ് ഇപ്പുറത്ത് വരുമ്പോൾ നോക്കി 2 ഇൻറ്റു നമ്മുടെ ഇതിൻ്റെ മാസ് എത്രയാ, ഇതിൻ്റെ മാസ് എത്രയാണ്, മാഗ്നീഷ്യത്തിൻ്റെത് 24 പ്ലസ് ഓക്സിജൻ്റെ മാസ് 16. അപ്പോൾ ഇവിടെ 42ഉം 32ഉം കൂടെ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 40, 30, 70, 78, 80 വരും. ഇപ്പുറത്ത് നോക്കി 2 ഇൻറ്റു 24 പ്ലസ് 16 40 ആണ്, 2 ഇൻറ്റു 40 വരുമ്പോഴത്തേക്ക് 80 വരും. കണ്ടോ, ബാലൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പുറത്തുള്ള ആൾക്കാരുടെ മാസ് ടോട്ടലും ഇപ്പുറത്തുള്ള ആൾക്കാരുടെ മാസിൻ്റെ ടോട്ടലും ഈക്വലായി. ഇതിന് വേണ്ടിയാണ് നമ്മൾ ബാലൻസ് ചെയ്യുന്നതെന്നാണ് ഈ മോളിലത്തെ. ഇതൊന്നും നിങ്ങൾ എഴുതണ്ട കേട്ടോ, ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ മാസ് നമ്പർ വെച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും പഠിക്കാനില്ല. പക്ഷേ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ അവർ ചോദിക്കും എന്തുകൊണ്ടാണ് ബാലൻസിങ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ്, ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അവർ പറയുന്നത്, ഇപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം 4 കിലോ ചിക്കൻ നമ്മളെടുത്തു. 4 കിലോ നമ്മൾ ചിക്കൻ അരിഞ്ഞിട്ട് നമ്മൾ അത് വെയ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുകയാണ്. ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് എന്ത് തന്നെയായിരിക്കണം, 4 കിലോ ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ പറയും അതിനകത്ത് മാവൊക്കെ ചേർക്കുന്നില്ലേ, ആ മാവെല്ലാം ചേർത്തിട്ടുള്ളതിൻ്റെ മാസാണ് ഞാൻ 4 കിലോ എന്ന് പറയുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുമ്പോഴും അതെല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ എത്ര തന്നെ കിട്ടണം, 4 തന്നെയാണ്. കാരണം മാസ് ഒരിക്കലും ഒരു റിയാക്ഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ടോട്ടൽ മാസ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നില്ല. പുതിയ മാസിനെ ഉണ്ടാക്കാനും പറ്റത്തില്ല, ഉള്ള മാസിനെ നശിപ്പിക്കാനും പറ്റത്തില്ല. അത് എപ്പോഴും എന്താ കൺസേർവ്ഡ് ആയിരിക്കും. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതാണ് ഇവിടെ പറയുന്നത്. മാസ് ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. So the total mass of element present in product has to be equal with the mass of element present in reactant. In other words, the number of atom of each element remains same before and after a chemical reaction. ഇതാണ് ഈ സംഭവം. ഇനി അതിൻ്റെ താഴോട്ട് എഴുതേണ്ടത് ഒരു ക്വസ്റ്റ്യൻ പോലെ എഴുതണം. why we need to balance a chemical equation, chemical reaction. അത് ആൻസർ എഴുതുക. in order to satisfy law of conservation of mass. In order to satisfy law of conservation of mass. അടുത്തത് എഴുതിക്കോ. balance the following chemical equation. Balance the following chemical equation. ഒന്നാമത്തെ Zn plus H2SO4 gives ZnSO4 plus H2. ഇത് അക്ഷിത ഒന്ന് പറയണം, ഇതെങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. കേക്കാവോ? പറഞ്ഞോളൂ. ഇത് ഓൾറെഡി ബാലൻസ് അല്ലേ? പറഞ്ഞോ, ബാലൻസ് ആണെങ്കിൽ തെളിയിച്ച് കാണിക്കും. അല്ലെ, SO4 4 ഉണ്ട്, H2 രണ്ടിടത്തും H2 തന്നെ. SO4 4 ഉണ്ട്, അങ്ങനെയാണോ പറയണ്ടേ?
ഇവിടെ ഓരോ ആറ്റങ്ങളുടെയും എണ്ണം ഈക്വൽ ആണ് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ സിങ്ക് 1 ഇവിടെയും സിങ്ക് എത്രയാണ് നോക്കി, സിങ്കിന്റെ കൂടെ ഒന്നുമില്ല, സിങ്ക് 1. അതേപോലെ തന്നെ ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്, 2. ഇവിടെ ഹൈഡ്രജൻ എത്രയാണ്, 2. അതേപോലെ തന്നെ ഇവിടെ സൾഫർ 1, ഇവിടെ സൾഫർ എന്താണ്, 1. ഇവിടെ ഓക്സിജൻ 4, ഇവിടെയും ഓക്സിജൻ 4. അപ്പൊ ബാലൻസ്ഡ് ആയി. അപ്പം എഴുതാം, ദിസ് ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. ദിസ് ഇക്വേഷൻ ഈസ് ഓൾറെഡി ബാലൻസ്ഡ്. എല്ലാ ക്വസ്റ്റിനകത്തും ഇതുപോലെ ഓരോന്നിന്റെയും ഇങ്ങനെ എടുത്ത് എഴുതണോ? അങ്ങനൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എടുത്തെഴുതുന്നില്ല. നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് തീർക്കാം, ഒറ്റ ഇതിൽ അങ്ങ് എഴുതാം. ഇപ്പൊ അടുത്തത് പറഞ്ഞു, അക്ഷിത തന്നെ പറഞ്ഞു. Fe plus H2O gives Fe3O4 plus H2. Fe3 കൊടുക്കണം. LHC3 ഇവിടെ 3. പിന്നെ H2Oന്റെ അവിടെ 4 കൊടുക്കണം. H2Oന്റെ അവിടെ 4 കൊടുക്കണം. അപ്പം H2 8 ആവും. അത് എങ്ങനെയാണെന്ന് പറഞ്ഞു. H2 8 ആവും. അല്ല, O4 ആവും. അപ്പുറത്ത് H2ന്റെ അവിടെ 4 ഇട്ട് കൊടുക്കണം. അപ്പം എന്നാ എക്സ്പ്ലെയിൻ ചെയ്തത്, ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തേ. Fe LHS RHSലും 3 തന്നെ. അങ്ങനെയാണോ പറയണ്ടേ? അങ്ങനല്ല പറയണ്ടേ, ഞാൻ പറഞ്ഞു തരുന്നത് അങ്ങനെയാണോ? അല്ല. പിന്നെ അതായത് ഒന്നും അറിയാത്ത കുട്ടികൾക്ക് എങ്ങനെയാണോ മനസ്സിലാകുന്ന രീതിയിൽ പറയുന്നത് അങ്ങനെ പറ. Fe3 അല്ല, അത് എങ്ങനെയാണ് വന്നത്, എന്താണ്? Fe LHS 1 ഉള്ളൂ, പക്ഷെ RHS 3 ഉണ്ട്. അങ്ങനെ. അതായത് Fe വേണ്ടി ഇവിടെ 3 ഉണ്ട്, പക്ഷെ ഇവിടെ 1 ഉണ്ടായിരുന്നുള്ളൂ. 3 ഇട്ട് കഴിഞ്ഞാൽ Fe ബാലൻസ് ആവും. ഇങ്ങനെ പറയണം, മനസ്സിലായോ? മനസ്സിലായി. ബാക്കി Fe LHS 1 ഉള്ളൂ, പക്ഷെ RHS 3 ഉള്ളതുകൊണ്ട് LHS 3 ഇട്ട് കൊടുക്കണം. കൊടുത്തു. പിന്നെ LHS H2O RHSല് O4 ഉണ്ട്, പക്ഷെ LHS O4 ഇല്ല, അതുകൊണ്ട് LHS 4 ഇട്ട് കൊടുക്കുക. LHS 4 ഇട്ട് കൊടുക്കുമ്പോൾ ഈ 4 ആർക്കൊക്കെ ഉള്ളതാ? Hനും Oനും. ഈ Hനും Oയ്ക്കും ഉള്ളതാണ്. അപ്പം ഇവിടെ ഈ 4 ഓക്സിജൻ, ഇപ്പം ഈ ഓക്സിജന് മുമ്പിൽ 4 ഇട്ട് കഴിഞ്ഞാൽ ഈ ഓക്സിജൻ 4 എന്ന അർത്ഥം. ഹൈഡ്രജന് മുമ്പിൽ 4 ഇട്ട് കഴിഞ്ഞാൽ ഹൈഡ്രജൻ 8 എന്ന അർത്ഥം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ താഴെയുള്ള നമ്പർ 2 ആയതുകൊണ്ട് 2 × 4 ചെയ്തിട്ടായിരിക്കും ഇതിൻ്റെ എമൗണ്ട് എഴുതുന്നതെന്നുള്ളത് ഓർത്ത് വെച്ചോണം. അതായത് 4 + 2 6 എന്നൊന്നും എഴുതി വെക്കരുത്, കാരണം ഇങ്ങനെ താഴെ മുകളിലുമായിട്ട് വന്നു കഴിഞ്ഞാൽ 8 ആണെന്നുള്ള കാര്യം ഓർത്തോണം. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ 8 ആയി. ഇനിയും പറഞ്ഞോ. അവിടെ 4 ഇടുമ്പം ഓക്സിജൻ LHS 4 ആവും, RHSലും ഓക്സിജൻ 4 ആവും. LHS 4 ഇട്ട് കൊടുത്തോണ്ട് LHSല് H8 ആവും. RHS 8 ആവാൻ വേണ്ടിയിട്ട് Hന്റെ അവിടെ 4 ഇട്ട് കൊടുക്കണം. ഓക്കെ, ശരി. മൂന്നാമത്തേത് നോക്കിക്കോളൂ. അത് നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ എഴുതി വെക്കരുത് കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ ബാലൻസ് ചെയ്ത് എഴുതി വെക്കല്ലേ. ഇത് ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ താഴോട്ട് വേണം നിങ്ങൾ ബാലൻസ് ചെയ്യാൻ. എന്തുവാ താഴോട്ട്? അതായത് ഇപ്പോൾ H2 താഴോട്ട് എഴുതണം. അത് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എഴുതണം. ദ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഈസ് 3Fe plus 4H2O gives Fe3O4 plus 4H2. മൂന്നാമത്തേത് CO plus H2 gives CH3OH. ഇത് ആരാ പറയാ? അദ്വൈത് ഒന്ന് പറഞ്ഞേടാ. അദ്വൈത്.
യും LH ഇപ്പുറത്ത് ഒന്ന് അപ്പുറത്ത് ഒന്നല്ലേ? ഏതാ V ഇപ്പുറത്തൊന്ന് അപ്പുറത്ത് ഒന്ന്. സി ഹാപ്പി. ബാക്കി പിന്നെ ഓയും വന്ന് ഓയും അപ്പുറത്ത് വന്ന്. ഒന്ന്. ഓക്കെ. H2 ഇപ്പുറത്ത് 2 അപ്പുറത്ത് 3. അപ്പുറത്ത് 3യോ? അല്ലേ? ആണല്ലോ. ആണോ? ഒന്ന് നോക്കി സൂക്ഷിച്ച് നോക്കി. 4. 4. അപ്പൊ 3 അല്ലല്ലോ. അല്ല. അപ്പം ഇനി എന്ത് ചെയ്യണം? H2ന്റെ അവിടെ ഒരു 2 ഇട്ട് കൊടുക്കാം. അത്രേ ഉള്ളു കാര്യം. അപ്പം ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ത് വരും? CO പ്ലസ് 2H2 ഗീവ്സ് CH3OH. കാരണം C ഇവിടെ ഒന്നാണ്, ഇവിടെയും C ഒന്നാണ്, ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്. ഓക്സിജൻ ഇവിടെ ഒന്നാണ്, ഇവിടെ ഒന്നാണ്. ഹൈഡ്രജൻ ഇവിടെ 3ഉം 1ഉം 4 എണ്ണം ഉണ്ട്. ഇവിടെ 2 ഉള്ളായിരുന്നു, ഇവിടെ 2 ഇട്ട് കൊടുത്തപ്പോൾ 2 × 2 4 ആയി. സാറേ ബാലൻസ് ചെയ്യുന്നത് സാറേ പറഞ്ഞോ. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞ് അങ്ങ് എഴുതിയാ പോരെ? ബാലൻസ് കെമിക്കൽ ഇക്വേഷൻ ആൻസർ എന്ന് പറഞ്ഞ് എഴുതിയാൽ മതി. ഓക്കെ. അടുത്തത് നാലാമത്തേത് CO2 പ്ലസ് H2O ഗീവ്സ് C6H12O6 പ്ലസ് O2 പ്ലസ് H2O. ഇത് എല്ലാവരും ട്രൈ ചെയ്തു. എന്നിട്ട് ഞാൻ ചോദിക്കാം, ആരോടാ ചോദിക്കുന്നതെന്ന് ഞാൻ പറയാം. നോക്കിയോ, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ഹെൽപ്പ് ചെയ്യാൻ നോക്കിക്കോളൂ. ഇവിടെ 6 കാർബൺ ഉണ്ട്, ഇവിടെ 6 കാർബൺ ഉണ്ട്, ഇവിടെ 1 കാർബണേ ഉള്ളൂ. ഞാൻ 6 എന്നിട്ട് കൊടുക്കുന്നു. ഓക്കെ. ഇനി ഇവിടുത്തെ ഹൈഡ്രജൻ എണ്ണം നോക്കുവാണെങ്കിൽ ഇവിടെ 12 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, മൊത്തം 14 ഹൈഡ്രജൻ ഉണ്ട്, ഇല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ 14, ഇവിടെ 12, 14. അപ്പം ഇവിടെ 6 കാർബൺ ഇട്ടു, ഇവിടെ 6 കാർബൺ ഇട്ടു, ഇവിടെ 12 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 24 ആയി. 24, ഇവിടെ 6 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 6, 12, 24. ഓക്സിജൻ ഇവിടെ 6, ഇവിടെ 2, ഇവിടെ ഇപ്പം 12, 24. ഇവിടെ 6 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 12, 18, 24. ഓക്കെ, ഫൈൻ. നോക്കിക്കോ, അതായത്
ഇത്ര നോക്കിക്കോളൂ, ഇവിടെ നോക്കിക്കോളൂ, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ ഇട്ടിരിക്കുന്ന എല്ലാം ഒന്നുകൂടെ പറഞ്ഞുതരാം, നോക്കിക്കോളൂ. ഇവിടെ റൈറ്റ് സൈഡിൽ, അതായത് പ്രൊഡക്റ്റ് സൈഡിൽ 6 കാർബൺ ഉണ്ട്. ഇവിടെ ഒരു കാർബണേ ഉള്ളൂ, 6 കാർബൺ ഇട്ട് കൊടുത്തു. ഓക്കെ. ഇനിയും ഇവിടുത്തെ ഓക്സിജൻ്റെ എണ്ണം 12ആയി, ഇവിടെ 1 13. അപ്പോൾ നമുക്ക് ഓഡ് നമ്പറിൽ പറ്റത്തില്ല. ഇവിടെ ഓക്സിജൻ എണ്ണം നോക്കിയപ്പം ഇവിടെ 6, ഇവിടെ 6 2 8, 8 1 9. അപ്പോൾ അതിനെ ബാലൻസ് ചെയ്യാൻ നമുക്ക് എന്തായാലും പറ്റില്ല, വേറെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണം. ഹൈഡ്രജൻ നോക്കുമ്പോൾ ഇവിടെ 12ഉം ഇവിടെ 2 14ആണ്. അപ്പം 14 എന്ന് പറഞ്ഞ് ഇവിടെ നമുക്ക് 7 ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. കാരണം 7 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഇവിടെ 7 ഓക്സിജനും ഇവിടെ 12 7ഉം വീണ്ടും എത്ര, 12 7 19, വീണ്ടും ഓഡ് നമ്പറേ വരത്തുള്ളൂ. അപ്പോൾ അതും പറ്റത്തില്ല. ഓക്കെ. 8 ഇട്ട് കൊടുക്കുക നോക്കാന്ന് പറഞ്ഞാൽ അതും പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ 12 ഇട്ട് കൊടുക്കുവാണ്. ഇവിടെ 12 ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ 12 ഇട്ട് കൊടുക്കുമ്പോൾ ഓക്സിജൻ ഇവിടെ 12 ഉണ്ട്, ഇവിടെയും ഓക്സിജൻ 12 ഉണ്ട്. ഓക്സിജൻ ടോട്ടൽ 24. ഇവിടെ ഓക്സിജൻ 6 ഉണ്ട്. ഇവിടെ ഞാനൊരു 6 ഇട്ട് കൊടുത്തപ്പം ഓക്സിജൻ ഇവിടെ 6 × 2, ഇവിടെ 12, ഇവിടെ 6. ഓക്സിജനെ ഇനി മൊത്തം ഇവിടെ 24 ആണുള്ളത്. ഇപ്പോൾ 18ആയി. ഇവിടെയും കൂടെ 6 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നോക്കി 6 12 6, അതായത് 18ഉം 6 24ആയി. ഇനി ഹൈഡ്രജൻ ഇവിടെ നോക്കി, ഹൈഡ്രജൻ ഓൾറെഡി ബാലൻസാണ്. ഇവിടെ 12 × 2 24, ഇവിടെ 12, ഇവിടെ 6 × 2 12. അപ്പോൾ ഇവിടെയും 12, ഇവിടെയും 12, ഇവിടെ 24. അപ്പോൾ രണ്ടിടത്തും ബാലൻസ് ആയി. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ ഞാൻ എഴുതി തരാം, നോക്കിക്കോളൂ. ഇതാണ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ. ഇവിടെ 6, ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 6 കഴിഞ്ഞു. അപ്പോൾ ആ ഹോംവർക്ക് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് എഴുതിയെടുത്തോ. ഹോംവർക്ക് ക്വസ്റ്റ്യൻ ഇത്രയുണ്ട് ഇതിൻ്റെ താഴോട്ട്. അതായത് ഞാൻ ഹോംവർക്ക് ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ സ്ഥലം ഇടുക, ആൻസർ എഴുതാനുള്ളത്. വീണ്ടും ഹോംവർക്ക് ക്വസ്റ്റ്യൻ എഴുതുക, സ്ഥലം ഇടുക, അങ്ങനെ എഴുതണേ. അപ്പം Al + Fe3N2 gives Aln + Fe. അടുത്തത് ഇവിടെ സ്ഥലം ഇടുക, ആൻസർ എഴുതാനുള്ളത്. അടുത്തത് H2O2 + എന്താ, H2O2 gives H2O2 + H2 + O2. അടുത്തത് അതിന് ലൈൻ സ്ഥലം ഇടുക. NaClO3 gives NaCl + O2. അടുത്തത് CaCO3 + H3PO4 gives Ca3PO4 twice + H2CO3. ഇനി അടുത്തത് ഒരെണ്ണം കൂടെ തരാം. Ag2S gives Ag + എന്താണ്, S8. ഇത്രയും ക്വസ്റ്റ്യൻ എഴുതിയെടുത്തോ, നിർത്തിയേക്കാം.